വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരുങ്ങി പട്ടാമ്പി നഗരസഭ. അമൃത പദ്ധതിയുടെ ഭാഗമായാണ് സോളാർ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി തെരഞ്ഞെടുത്ത പൊതുയിടങ്ങളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടാമ്പി നഗരസഭയിൽ സൗരോർജ്ജ വൈദ്യുതി ഉൽപാദനത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 6.5 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ വൈദ്യുതി KSEBക്ക് നൽകുന്നതിലൂടെ നഗരസഭയ്ക്ക് വന്നിരുന്ന ഭീമമായ വൈദ്യുതി ബിൽ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. പട്ടാമ്പി നഗരസഭാ കാര്യാലയം, ഗവൺമെന്റ് സ്കൂളുകൾ, മത്സ്യമാർക്കറ്റ്, ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി, പമ്പ് ഹൗസ്, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പദ്ധതി നടപ്പാക്കും. ഇതോടൊപ്പം നഗരസഭയ്ക്ക് കീഴിലുള്ള കളിസ്ഥലങ്ങളിൽ ഫ്ലഡ് ലിറ്റും നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകളും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും. ആദ്യഘട്ടം എന്ന നിലക്ക് 1,47,00,000 രൂപയുടെ ഓർഡറാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഏകദേശം 2-3 ദിവസത്തിനകം തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും. തുടർന്ന് പട്ടാമ്പി റോഡ് പണി പൂർത്തീകരിക്കുന്നതോടുകൂടി റോഡിലെ ഇരുവശങ്ങളിലുള്ള മുഴുവൻ ലൈറ്റുകൾക്കും ആവശ്യമായ ഫണ്ട് ഇതിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിലുള്ള 3 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, മേലെ പട്ടാമ്പി, ശങ്കരമംഗലം, കൊടലൂർ എന്നീ 3 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഫ്ലഡ് ലൈറ്റ് ആക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. കുടിവെള്ള വിതരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പ്ലാന്റ്, അതിൻ്റെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഈ സോളാർ ആക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിൽ സ്ഥാപനങ്ങൾക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. പദ്ധതിയിലൂടെ ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും പട്ടാമ്പി നഗരസഭ ലക്ഷ്യമിടുന്നു. ന്യൂസ് 18 പട്ടാമ്പി.